ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ അടുക്കള പണിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൊത്ത പണി ഞാനാണ് എടുക്കുന്നതെന്ന്. വേറൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ ഉമ്മ അപ്പത്തിനുള്ള കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പുറത്തെന്തോ അത്യാവശ്യ പണിയിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പം ചുടാൻ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും തലേദിവസത്തെ മുളക് കറിയും കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ എന്തേ നൗഫിയും റിച്ചുവും ദേണ്ട ടേബിളിൻ്റെ പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ദാഹം തോന്നിയപ്പോഴത്തേക്ക് തലേദിവസം വാപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിരുന്ന മിറണ്ട ഉണ്ടല്ലോ, അത് റിച്ചുവിനും ഒരു ഗ്ലാസ് കൊടുത്തു, ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു, നൗഫിക്ക് ഒരു ഗ്ലാസ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്കുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ മീൻ കറിക്കുള്ള അരപ്പെല്ലാം വേണ്ട അരച്ച് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മാവിൽ പോയി 2 മാങ്ങായും പൊടിച്ചുകൊണ്ട് വന്ന് അതും ചെത്തിപ്പൂളി കഴുകി നമ്മുടെ മീനും മാങ്ങായും ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നേരെ പോയി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി എടുത്തത് അതിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങ എടുത്ത് ജാറിലിടുന്ന വേറൊന്നുമല്ല, മത്തങ്ങായും പയറും കൂടെ എരിശ്ശേരി വെക്കാനാണ് കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരപ്പ് ഇട്ട് സെറ്റാക്കി കറക്റ്റ് ഉപ്പുണ്ടോ എന്ന് ഉമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഉപ്പൊക്കെ പാകത്തിനുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൊച്ചുമത്തി തേണ്ട വറുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നല്ല ദാഹം തോന്നിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ ഇരുന്ന് തണ്ണിമത്തങ്ങ എടുത്ത് ഉമ്മ ദേ മുറിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. ഇപ്പോൾ ചൂടായത് കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചില്ലേ ഒരു രക്ഷയില്ല മക്കളെ. നിങ്ങളുടെ നാട്ടിലും ചൂടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ധ്യാനും റിച്ചും കൂടെ ദേ അടുക്കള വശത്ത് പോയിരുന്ന തണ്ണിമത്തങ്ങ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നൗഫ് ഇതാണ്ട് നമ്മുടെ അപ്പൂസിനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസിനെ ഫീഡ് ചെയ്യിപ്പിച്ച് ഉറക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ റൈഹാൻ ദേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതേ ഉള്ളൂ. 11:30 ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ റൈഹാൻ എണീറ്റ് വന്നത്. ഉമ്മ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നൗഫ് ഇതേ നമ്മുടെ അപ്പൂസിനെ ഉറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പം ഉറങ്ങിയിട്ടില്ല കേട്ടോ. താരാട്ട് പാടി ഇരിക്കുകയാണ് നൗഫി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്ന് പാടി നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നൗഫിയുടെ കയ്യിൽ നിന്ന് തൊട്ടി ഞാൻ വാങ്ങിച്ച് ഞാൻ ആട്ടി കൊടുത്തു കേട്ടോ. താരാട്ട് പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സിനിമാ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം നൗഫി എടുത്ത് പറയുകയാണേ, പണ്ടായിരുന്നു താരാട്ടുപാട് പാടിയാൽ മക്കൾ ഉറങ്ങുന്നത്, ഇപ്പോൾ സിനിമാ പാട്ട് പാടിയാൽ മതി നമ്മുടെ അപ്പൂസ് ഉറങ്ങി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പൂസിനെ ഉറക്കി കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നൗഫി സിറ്റൗട്ടൊക്കെ തൂത്തുവാരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൂസിനെ വൈകുന്നേരം മേലെ അഴിയിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അപ്പൂസ് ഫീഡിങ്ങൊക്കെ കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് പിന്നെ എണീറ്റ് 8:30 ആയപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ അപ്പൂസിന് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗഫിയുടെ കയ്യിൽ നമ്മുടെ അപ്പൂസിനെ കൊടുത്തതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മുടെ റയാനും റിച്ചുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ TV കാണുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഉച്ചക്കാലത്തെ മീൻകറിയും എരിശ്ശേരിയും ഒരു മുട്ട വറുത്തതും ഒക്കെ കൂട്ടി ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.